വീണ കുട്ടീൻ്റെ ഏച്ചി ഇവിടുന്ന് കുഞ്ഞാവ വെള്ളത്തിൽ പോയി. കുട്ടിയുടെ മുടി മാത്രമാണ്. അപ്പോൾ ഇത് കണ്ടതും ഏച്ചി അതിൻ്റെ അതിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് പോയി. വലിയ കുട്ടി പിടി തരില്ല, ഞാൻ പെടഞ്ഞു കളിച്ചുകൊണ്ട് നമ്മൾ കണ്ടോണ്ട് വരെ രക്ഷിക്കാൻ കഴിഞ്ഞ്. കുളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന 2 സഹോദരിമാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ 3 മിടുക്കന്മാരായ കുട്ടികളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. നമസ്കാരം. ഞാനിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് 3 കൊച്ചു മിടുക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ്. കുളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന 2 സഹോദരിമാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ 3 മിടുക്കന്മാരായ കുട്ടികളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇതവരിത് നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്താ മോൻ്റെ പേരെന്താ? രവിനന്ദ്. ഋഷികേശ്. അമൽരാജ്. ഇവർ 3 പേരുമാണ് ആ കൊച്ചു മിടുക്കന്മാർ. ഇവര് ഒരു ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കുളത്തിൽ 2 പെൺകുട്ടികൾ മുങ്ങിത്താഴുന്നത് കണ്ടത്. ആ സമയത്ത് ഇവരുടെ അവസരോചിതമായ ഇടപെടൽ കാരണം ആ 2 പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്ക് ഈ കൊച്ചു മിടുക്കന്മാരെ പരിചയപ്പെടാം. ഏത് ക്ലാസ്സിലാണ് മുമ്പ് പഠിക്കുന്നത്? ഞാൻ 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിലേക്കാണ്. അന്ന് എന്താ സംഭവിച്ചത്? കളിക്കാൻ പോണ സമയത്ത് കൂട്ടുകാരെല്ലാവരും അങ്ങോട്ട് പോയതാണ്. ഓരോ നോക്കി ഇങ്ങനെ പോയതാ. അപ്പോൾ ഇവിടുത്തെ ഈ വീണ കുട്ടീൻ്റെ ഏച്ചി ഇവിടുന്ന് കുഞ്ഞാവ വെള്ളത്തിൽ പോയി. അപ്പോൾ ഞങ്ങൾ അമൽരാജ് പോയി നോക്കിയ സമയത്ത് കുട്ടിയുടെ മുടി മാത്രമാണ്. അപ്പോൾ അമൽരാജ് വേഗം പോയി വെള്ളത്തിൽ ചാടി. അപ്പോൾ ഇത് കണ്ടതും ഏച്ചി അതിൻ്റെ അതിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ ഞാനും രവിനന്ദും കൂടി പോയി. അപ്പോൾ എന്നിട്ട് ഇവൻ കുട്ടീനെ പിടിച്ച് കയറ്റി. പിന്നെ വലിയ കുട്ടി പിടി തരില്ല, ഞാൻ പെടഞ്ഞു കളിച്ചുകൊണ്ട് പിന്നെ ഞാൻ അവളെയും കര പിടിച്ച് കയറ്റിയപ്പോൾ അമൽരാജ് മുങ്ങാൻ പോയി. അപ്പോൾ രവിനന്ദ് അവനെയും പിടിച്ച് കയറ്റി. പെൺകുട്ടികൾ തൊട്ടടുത്താണ്. അവരിപ്പം എന്താ അവരുടെ അവസ്ഥ? കുഴപ്പമില്ല. കുട്ടികളെ അച്ഛൻ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നു. അപ്പൊ അപ്പോഴാണ് അറിയണേ മൂപ്പര് ഇവര് വീണെന്നുള്ളത്. വീട്ടിൽ പറഞ്ഞില്ല. ഒരച്ഛമ്മേന്റെ കൂടെ അങ്ങ് വന്നതാണ്. ഇവിടെ എന്തിനോ വന്നതാണ്. നമ്മൾ കണ്ടോണ്ട് വരെ രക്ഷിക്കാൻ കഴിഞ്ഞ്. എന്നിട്ടിപ്പം അവരെയൊക്കെ രക്ഷിച്ച് നാടിന്റെ മൊത്തത്തിൽ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. എന്നിട്ടിപ്പോ എന്താ ഇപ്പൊ നാട്ടുകാരുടെ ഇപ്പത്തുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇപ്പൊ നാട്ടുകാരൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത്? സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഋഷികേശിന്റെയും അമൽരാജിന്റെയും അച്ഛന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം മക്കള് ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആസ് എ പാരന്റ് എന്ത് തോന്നുന്നു? ആദ്യം വളരെയധികം സന്തോഷം. ഇപ്പം നാട്ടുകാരും പിന്നെ ഒരുപാട് ആൾക്കാരെ എന്താ പറയുക, അവന് വേണ്ടത്ര എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും ലഭിച്ചിരുന്നതിൽ കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. രക്ഷിതാവ് എന്നുള്ള എനിക്ക്, അച്ഛൻ, അമ്മ, എനിക്ക് കൂടുതൽ സന്തോഷമാണ്, അഭിമാനമാണ് മോൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നത്. ഇനിയും ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പം നമ്മുടെ മക്കളെ കുറിച്ച് വല്ലാതെ ആകുലപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. കുട്ടികൾ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് കുട്ടികൾ മോശമായ രീതിയിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പം അതിനിടയ്ക്കാണ് ഒരു വേറിട്ട വാർത്ത, നാടിൻ്റെ തന്നെ ഹീറോ ആയിട്ട് മാറിയിട്ട് 2 പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന 3 കുട്ടികൾ. അപ്പം നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ എന്താണ് വരുന്ന തലമുറയോട് പറയാനുള്ളത്? സാധാരണ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണപ്പെടുന്നത്. അപ്പോൾ അതിനുപരി കുട്ടികൾ ഇതേമാതിരി എന്താ പറയുക, പുറത്തോട്ട് ഇറങ്ങി പണ്ടത്തെ ആ കളികൾ പാടൊന്നുമില്ല, എന്നാലും പാടത്തു നിന്നുള്ള ക്രിക്കറ്റ്, ഫുട്ബോൾ കളിച്ച് അവർ ആ സമയത്താണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതും അവർക്കൊരു വലിയൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ രക്ഷിക്കാനും വേണ്ട ആ നേരത്തുള്ള ഒരു എനർജി കിട്ടിയത്. അത് അവരെ ഒരു എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, ഒരു ധൈര്യത്തിനാണ് നമ്മൾ ശരിക്കും ഒരു നല്ലൊരു സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത്. കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശികളായ ഈ 3 കൊച്ചുമിടുക്കന്മാരുടെ അവസരോചിതമായ ഇടപെടൽ 2 പെൺകുട്ടികളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും അവരിപ്പോൾ നാടിന്റെയും വീടിന്റെയും ഒക്കെ ഹീറോകളാണ്. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.